റോക്കി മറ്റുള്ള കണ്ടസ്റ്റൻസിന്റെ ചെറിയ 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 തെറ്റുകൾ കണ്ടുപിടിച്ച് അതിൽ പോയിന്റ് ഉണ്ടാക്കി വഴക്കിടുന്ന ഒരാളാണോ? അതിൽ സ്പേസ് ഉണ്ടാക്കുന്ന ആളാണോ? അതിൽ കണ്ടന്റ് ഉണ്ടാക്കുന്ന ആളാണോ? ഇന്ന് റോക്കി റസ്മിനും കൂടെ ചെറിയ വിഷയത്തിൽ, അതായത് മോർണിംഗ് ആക്ടിവിറ്റിയിൽ മുണ്ടെടുത്ത് സിജോയിനെ കയറ്റി എക്സസൈസ് ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞൊരു കാര്യത്തിലാണ് ഭയങ്കരമായ വഴക്ക് നടന്നത്. പക്ഷെ റസ്മിൻ അവിടെ സിജോയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോയി ഡ്രസ്സ് മാറ്റ് എന്നുള്ളത്. പക്ഷെ സിജോ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ ഇതിൽ ചെയ്തോളന്ന്. നല്ല വൃത്തിയായിട്ട് റസ്മിൻ അവരെ മോർണിംഗ് ആക്ടിവിറ്റി ചെയ്യിപ്പിച്ചത് കണ്ടവർക്കൊക്കെ അറിയാം. മോർണിംഗ് ആക്ടിവിറ്റി നല്ല ഭംഗിയായിട്ട്, അത് തെറ്റായിട്ട് ചെയ്യുന്ന ആൾക്കാരെയും അതിൽ ഉഴപ്പുന്ന ആൾക്കാരെയും എന്തൊക്കെ അല്ല എല്ലാ കാര്യങ്ങളും റസ്മിൻ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തത്. ഈവൻ റോക്കി പോലും കുറച്ച് കൂടുതൽ കാണിച്ചപ്പോൾ റോക്കിനെ അടക്കി അതിനെ നിർത്തി കറക്റ്റ് രീതിയിൽ ചെയ്യിപ്പിക്കുകയും റസ്മിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വിഷയം കത്തിപ്പടരുകയും അത് വലിയൊരു വിഷയമാവുകയും ചെയ്തു. ഇത് ജിൻഡോ സംസാരിച്ചു, റോക്കി സംസാരിച്ചു, പിന്നെ റോക്കി അകത്തുനിന്ന് സംസാരിച്ചു. പക്ഷേ ഇതിനകത്ത് റസ്മിൻ ഭയങ്കരമായ രീതിയിൽ പൊട്ടിത്തെറിച്ചു. അതുപോലെ വീട്ടിലെ സ്ത്രീകളും റസ്മിന്റെ കൂടെ നിന്നു. പക്ഷേ നമ്മുടെ ഋഷിയും സിജോയും ഈ കാര്യത്തിൽ മിണ്ടുന്നില്ല. ഋഷി വഴക്ക് പറയുന്നത് ആരെയാണെന്ന് അറിയാമോ? ജിൻഡോവിനെ. എന്തിനാണ് ജിൻഡോ? അപ്പൊ ഋഷിക്ക് എന്തെങ്കിലും ധൈര്യമില്ലേ നമ്മുടെ റോക്കിയുടെ അടുത്ത് പോയി സംസാരിക്കാൻ? അതായത് ജിൻഡോ ആണ് ഇത് തുടങ്ങി വിട്ടതുപോലെ. പിന്നെ പുതിയ ക്യാപ്റ്റൻ വന്നല്ലേ നമ്മുടെ അപ്സര വന്ന ശേഷം പവർ ടീമിലെ സ്ത്രീകൾക്ക് അങ്ങോട്ട് പിടിക്കണില്ല. എന്താണെന്ന് അറിഞ്ഞൂടാ. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കോർഡിനേഷനോ അല്ലെങ്കിൽ ഒരു ഈഗോ പ്രോബ്ലമോ എന്താണെന്ന് അറിഞ്ഞൂടാ. പൊങ്കൽ വഴക്കാണ്, പഴങ്കഞ്ഞി വഴക്കാണ് നടക്കുന്നത്. അപ്പൊ അപ്സര വന്ന് സംസാരിച്ചപ്പോഴും യമുന കുറച്ച് കയർത്ത് സംസാരിച്ചു, അത് കുറച്ചും കൂടെ ഇതായിട്ട്. അപ്പൊ അപ്സരയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഒരു കൂട്ടവഴക്കായി. ശ്രീരേഖ പറയുന്നുണ്ട് ഞാൻ ഇനി അത് ചെയ്യത്തില്ല, പിന്നെ പവർ ടീം ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്, പവർ ടീമിൽ ഇനി ഒരാൾ ഉണ്ടാവത്തില്ല. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ലൈവിൽ നടക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. രേവതി. വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ രാവിലെ തന്നെ പൊങ്കൽ അല്ലെങ്കിൽ പഴങ്കഞ്ഞി വഴക്കാണ്. അപ്സര ക്യാപ്റ്റനായ ശേഷം ഭയങ്കര ഒരു എന്തെന്ന് പറഞ്ഞുകൂടാ, ഒരു സുഖമില്ലാത്ത പോലെ നമ്മുടെ ശ്രീരേഖയ്ക്കാണെങ്കിലും യമുനയ്ക്കാണെങ്കിലും ബാക്കിയുള്ളവർക്കൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ. അപ്പൊ അപ്സര സത്യം പറഞ്ഞാൽ അർജുനൊന്നിലും സംസാരിക്കലൊന്നും ഇല്ലല്ലോ, ഇവരെന്താണോ ചെയ്തത് അവര്. പക്ഷെ അപ്സര ക്യാപ്റ്റനായിട്ട് വന്നപ്പോൾ അപ്സര സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഇവർക്കൊരു ഇത്. അപ്പൊ ഫ്രിഡ്ജിനകത്ത് ഇന്നലെ ഉച്ചയ്ക്ക് കൊണ്ടുവന്നത് തൊട്ടുള്ള പൊങ്കലും ഒക്കെ ഇരിപ്പുണ്ട്. യമുന അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ചേച്ചി ഇതിനകത്തുള്ള ഇതൊക്കെ അവരിപ്പൊ കഴിക്കട്ടെ. അപ്പൊ പിന്നെ യമുന പറഞ്ഞു അപ്പൊ പിന്നെ ഞാനിവിടെ ഉണ്ടാക്കി വെക്കണം എന്തിനാണ്, എന്നാ പിന്നെ ഇത് കഴിച്ചുകൂടായിരുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു വഴക്കും പ്രശ്നങ്ങൾ തുടങ്ങി. പിന്നെ ചമ്മന്തിയും ഇതുമൊക്കെ ചീത്താവാൻ തുടങ്ങി. സത്യം പറഞ്ഞ ഈ ചമ്മന്തിയും ഇതുമൊക്കെ ചീത്താവുന്ന ഫുഡൊന്നും ദേവി ഇത് ആരും കഴിക്കാൻ നിൽക്കരുത്. നമ്മൾ ഭക്ഷണം കളയരുത്, ശരി തന്നെയാണ്. പക്ഷെ നമ്മുടെ വയറ്റിൽ പോയിട്ട് നമുക്ക് ഫുഡ് പോയ്സൺ അടിച്ചാൽ അതിനെക്കാട്ടി പ്രോബ്ലം ആയിട്ട് നമ്മൾ ഈ ബിഗ് ബോസ് ഷോയിൽ നിന്ന് തന്നെ പുറത്താകും. അതിനെക്കാട്ടി ഭേദം പട്ടിണി കിടക്കണതാ. ഒന്നും കഴിക്കണ്ട, ഞാൻ ഫുഡ് വേസ്റ്റ് ചെയ്യുന്നില്ല, ഒന്നും വേസ്റ്റ് ചെയ്യുന്നില്ല, എനിക്ക് ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്നതാണ് നല്ലത്. കാര്യം ഇവരപ്പോൾ ഈ പോയിന്റ് എടുത്തു, ഫുഡ് കളയുന്നോ ദ്രോഹി, ഓ എന്ത് പാപം. അത് ചീത്തായ ഇതാണെങ്കിൽ അല്ലെങ്കിൽ ചീത്തായ ഈ തേങ്ങ കൊണ്ടുണ്ടാക്കിയ ചമ്മന്തിയൊക്കെ പെട്ടെന്ന് ചീത്തയാവും. അപ്പൊ ഇപ്പൊ എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ തലേ ദിവസത്തേക്കൊന്നും വെക്കൂല. തലേ ദിവസം ചിലപ്പോൾ കുറച്ചേ ഉണ്ടാക്കുള്ളൂ. അല്ലെങ്കിൽ അത് സാമ്പാർ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ പോലും അത് ചിലപ്പോൾ പ്രായമായവർക്കോ അല്ലെങ്കിൽ വയറ്റിന് പ്രോബ്ലംവർക്കൊക്കെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ പിന്നെ അതും കൊണ്ട് ആശുപത്രി പോകേണ്ടി വരും. ഇപ്പോഴത്തെ ബിഗ് ബോസ് നിയമപ്രകാരം ഒരു ദിവസത്തിൽ കൂടുതൽ ആശുപത്രിവാസം കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളെ തിരിച്ച് വീട്ടിലേക്ക് വിളിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇവരൊക്കെ ഇതൊക്കെ റിസ്ക് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇന്നലത്തെയും മരഞ്ഞാനത്തെയൊക്കെ എടുത്ത് പൊങ്കലൊക്കെ എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ച് അതൊക്കെ എടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ അത് പ്രോബ്ലം തന്നെയാണ് കേട്ടോ. ശരി, സത്യം. കാര്യം ഹെൽത്ത് വെച്ചിട്ട് ഒരു കളിയും ബിഗ് ബോസ് വീട് നടക്കില്ല. കാര്യം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ 4-5 ദിവസം ആശുപത്രി പോയൊന്നും കിടക്കാൻ പറ്റില്ല. ഒരു ദിവസം കൂടിക്കഴിഞ്ഞാൽ തിരിച്ച് ബിഗ് ബോസ് വീട്ടിലേക്ക് വിടില്ല എന്നുള്ള പുതിയ നിയമമാണുള്ളത്. കൂടെ ഒരാൾ പോവേണ്ടി വരും, ഒറ്റയ്ക്ക് വിടില്ല. ഇങ്ങനത്തെ പുതിയ നിയമങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഇവരോട് ഒരു റിസ്ക് എടുക്കാൻ നിൽക്കരുത്. പഴയതോ ആയിക്കോട്ടെ, കളഞ്ഞാലും കുഴപ്പമില്ല, പഴയതല്ലേ കളഞ്ഞാലും കുഴപ്പമില്ല. നമ്മുടെ വയറ്റ് അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ കളയണ്ട, അവിടെ അത് വെച്ചേക്ക്. എനിക്ക് വയറ്റിന് വേണ്ട, എനിക്ക് ഭക്ഷണം വേണ്ട, അതാണ് ഏറ്റവും നല്ലൊരു കാര്യം. ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം. അപ്പൊ ഇവിടെ അതിലാണ് വഴക്ക്. അപ്പൊ കുറച്ച് പേര് പറയുന്നു അത് കഴിക്കാന്ന്, അപ്പൊ ഇവര് പറയുന്നു ഇത് അപ്പൊ പിന്നെ ഇത് വെച്ച എന്തിനാണ്. പിന്നെ അപ്പൊ അൻസിബ പറഞ്ഞു ഈ ചമ്മന്തി ചീത്തയായി പുളിച്ച് വരുന്നുണ്ട്. അപ്പം യമുന പറഞ്ഞു ഇത് മാങ്ങാ ചമ്മന്തിയാണ്, ഇതിന്റെ പുളി ഉണ്ട്. അപ്പൊ ശരണ്യ പറഞ്ഞു പുളിച്ച് വരുന്നതേ ഉള്ളൂ. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ. പിന്നെ ശ്രീരേഖ വന്ന് പറയണത് ഞാൻ ഒരു പണിയും ചെയ്യൂല, ക്യാപ്റ്റൻ വന്ന് പറയാറ് ഞാൻ ഒരു പണിയും ചെയ്യില്ല. അങ്ങ് ഇങ്ങനത്തെ കുറച്ച് ഈഗോ കാര്യങ്ങൾ. അതായത് പവർ ടീമിൽ നേരത്തെ അർജുനായിരുന്നല്ലോ ക്യാപ്റ്റൻ. അപ്പൊ ഇവരാണ്, ഈ സ്ത്രീകളാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഗബ്രി പറഞ്ഞായിരുന്നു എനിക്കൊരു വോയിസും ഇല്ല, ഈ പുള്ളിക്കാരികൾ തന്നെയാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവർ പറയുന്നത് ഞാൻ കേൾക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണ് ഗബ്രി പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ ഇവരുടെ ഇടയിൽ അപ്സര വന്നപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട്
ഒരു ഇതിപ്പം. പക്ഷെ അവർ ഭയങ്കര വഴക്കായി. അപ്പം അൻസിബയൊക്കെ പറഞ്ഞു, ഓ പിന്നെ എന്തോന്നും ഇത്രയ്ക്ക് ഇരിക്കുന്നത്, നിങ്ങൾക്ക് മാത്രമേ കുക്കിംഗ് അറിയാവുള്ളൂ, നമുക്ക് അറിഞ്ഞൂടെ, ഓ പിന്നെ കുക്കിംഗ് മാത്രം അറിയുന്ന ആളെന്ന് പറഞ്ഞ് യമുനയോട് കുറച്ച് ദേഷ്യപ്പെട്ടു. അപ്പോൾ യമുനയ്ക്കും വിഷമമായി. അങ്ങനെ കുറച്ച് സംഭവങ്ങൾ വന്നു. അപ്പം അപ്സര പറഞ്ഞു, ചേച്ചി ഇങ്ങോട്ട് എന്തെങ്കിലും ഞാൻ അങ്ങോട്ട് പറയുമ്പം നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് മര്യാദയ്ക്ക് ഇങ്ങോട്ട് സംസാരിച്ചു, മര്യാദയല്ല ഒരു നല്ല ടോണിൽ സംസാരിക്കാം, അത് ചാടിക്കളിക്കുന്ന രീതിയിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇങ്ങനത്തെ സംഭവം പിന്നെ അത് പറഞ്ഞ് ശരിയാക്കി കേട്ടാ. പിന്നെയാണ് ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി. നല്ലൊരു മോർണിംഗ് ആക്ടിവിറ്റി ആയിരുന്നു. അതായത് ഞാൻ വിചാരിച്ചു ബോറടിക്കുമെന്ന് വിചാരിച്ചു. റസ്മിനെ കൊണ്ട് വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നതാണ് മോർണിംഗ് ആക്ടിവിറ്റി. അത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനറാണ് റസ്മിൻ, അതായത് മറ്റേ ജിം ട്രെയിനറൊന്നും അല്ല. അപ്പം റസ്മിൻ നല്ല രീതിയിൽ തന്നെ അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ചു. ഞാൻ നോക്കി കേട്ടോ, ഞാൻ ആദ്യമായിട്ടാണ് മോർണിംഗ് ആക്ടിവിറ്റി ഇത്ര നല്ല രീതിയിൽ കാണുന്നത്. അല്ലെങ്കിൽ ഒരുമാതിരി ഇരിക്കും, ഒരുമാതിരി എന്തോ പോലെ. പക്ഷേ പുള്ളിക്കാരി നല്ല രസത്തിൽ നിങ്ങൾ മോർണിംഗ് ആക്ടിവിറ്റി കണ്ടവർക്കറിയാം. നല്ല രീതിയിൽ ആദ്യം വർക്കൗട്ടുകൾ ചെയ്യിപ്പിച്ചു, വാമപ്പ് വർക്കൗട്ട് ചെയ്യിപ്പിച്ചു, പിന്നെ അത് കഴിഞ്ഞ് പുഷപ്പ് ചെയ്യിപ്പിച്ചു, ആണുങ്ങൾക്കുള്ളത് പെണ്ണുങ്ങൾക്കുള്ളത്, പിന്നെ വയ്യാത്തവരെ മാറ്റി നിർത്തി, പിന്നെ നിർബന്ധിച്ച് കുറച്ച് പേരെ ചെയ്യിപ്പിച്ചു, ഡിസിപ്ലിൻ ഇല്ലാത്തവരടുത്ത് ഡിസിപ്ലിൻ പറഞ്ഞു, അങ്ങനത്തെ കുറച്ച്. അതിൻ്റെ ഇടയിൽ കൂടെ സിജോ അവിടെ മുണ്ടെടുത്തൊന്ന് ചെയ്യുന്നതാണ്. അപ്പം ഞാനും വിചാരിച്ച് എന്തിന് സിജോ ഈ മുണ്ടെടുത്തൊന്ന് ചെയ്യുന്നത് എന്നുള്ള കാര്യം. ഒരു നമുക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു എന്തെങ്കിലും ട്രാക്ക് പാൻറ്, എന്തെങ്കിലും ഒരു പാൻറ് എന്തെങ്കിലും എടുത്തിട്ട് ചെയ്താൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു കാണാൻ. പിന്നെ ഇത് ബിഗ് ബോസ് വീടാണ്, പല വിഭാഗത്തു നിന്ന് ആൾക്കാർ വരുന്നു, പല രീതിയിലുള്ള ആൾക്കാർ വരുന്നു. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഒരു ഇത് എനിക്ക് എപ്പോഴും തോന്നില്ല. കാര്യം എനിക്കിങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ കാണുന്നതാണ് എനിക്കിഷ്ടം. ബിഗ് ബോസിൽ എല്ലാവരും ഒരുപോലെ ഇരുന്ന് എന്ത് രസം. കാര്യം ഇത് പല ആൾക്കാർ വരുന്ന, പല ടൈപ്പുള്ള ആൾക്കാർ വരുന്നതാണ്. അപ്പോൾ ഞാൻ അറിഞ്ഞത് റസ്മിൻ പോയിട്ട് സിജോ എടുത്തൊക്കെ പറഞ്ഞു, നിങ്ങൾ പാൻറ് മാറ്റണം, കാര്യം ഇതിൻ്റെ ഡ്രസ് കോഡ് ഉണ്ട്, നിങ്ങൾ പാൻറ്റും മാറ്റി നല്ല രീതി. അപ്പോൾ സിജോ പറഞ്ഞത് ബാഗിനകത്ത് ഇരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതവിടെ നിന്നു. അത് കഴിഞ്ഞ് പുള്ളിക്കാർ നല്ല രീതിയിൽ തന്നെ ഈ റോക്കിയൊക്കെ അവിടെ മറ്റേ ചാടി ജമ്പപ്പ് പുഷപ്പ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഓവറായിട്ട്. അപ്പോൾ റസ്മിൻ അതിനെയൊക്കെ ഇതാക്കി ഒന്ന് ഒതുക്കി ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നല്ല മോർണിംഗ് ആക്ടിവിറ്റി ക്ലാപ്പ് ചെയ്ത് സല്യൂട്ടൊക്കെ ചെയ്ത് ക്ലോസ് ചെയ്ത ശേഷം ജിൻഡോയും റോക്കിയും കൂടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇത് എന്തോന്ന്, ഇത് മുണ്ടെടുത്തിട്ട് എന്തിനു ചെയ്യിപ്പിക്കുന്നത്, മുണ്ടെടുത്താണോ എക്സസൈസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞൊരു പ്രോബ്ലം അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചു. അത് കഴിഞ്ഞ് റോക്കി വീട്ടിനകത്ത് വന്നിട്ട് ഇതൊരു വലിയ പ്രശ്നമാക്കി. ചെറിയ കാര്യമാണ് സത്യം പറഞ്ഞാൽ. അത് റസ്മിൻ്റെ ഭാഗത്ത് റസ്മിൻ അത് ചെയ്തു. റസ്മിൻ അവരോട് പറഞ്ഞു, റസ്മിൻ പറയാനുള്ള പറഞ്ഞു. പിന്നെ അവർ കംഫോർട്ടബിൾ ആണ് മുണ്ടെടുത്ത് ചെയ്യാൻ. പിന്നെ ഇത് മറ്റേ ഇന്റർനാഷണൽ ഒളിമ്പിക് ഷോ ഒന്നും അല്ലല്ലോ, ബിഗ് ബോസ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് പല പ്രായഭേദമുള്ള ആൾക്കാർ വരാം, പല ജെൻഡറിലുള്ള ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിം. അത് നന്നായിട്ട് ചെയ്യിപ്പിച്ചു പുള്ളിക്കാരി. അപ്പോൾ പിന്നെ അതിനൊരു ചെറിയ കുറ്റം, എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കാൻ ഇതുപോലെ റോക്കി ചെയ്തതുപോലെ എനിക്ക് തോന്നി. നിസാര കുറ്റം. അത് റസ്മിൻ നിങ്ങൾ ചെയ്തത്, നിങ്ങൾ ഡ്രസ് കോഡ് നോക്കിയോ? അതെ ഞാൻ ഫിസിക്കൽ അപ്പം റസ്മിൻ പറഞ്ഞു, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ആദ്യം ജാസ്മിനോടാണ് റോക്കി സംസാരിച്ചത്. എടി നീ ശരിയല്ല, നിന്റെ അഹങ്കാരം, നിനക്ക് അഹങ്കാരമാണ്. അപ്പൊ ജാസ്മിൻ ആണോ? അപ്പൊ ആണുങ്ങൾ സംസാരിച്ച കോൺഫിഡൻസ്, പെണ്ണുങ്ങൾ സംസാരിച്ച അഹങ്കാരം, അതെന്താണ് അങ്ങനെ? അതല്ലേ ലാലേട്ടൻ പറഞ്ഞല്ലോ നിന്നെ കുറിച്ച്, നീ ഭയങ്കര മോശം ഗെയിം പ്ലെയിൻ ആണെന്ന്. എപ്പൊ പറഞ്ഞ്? അല്ല ഋഷിയെ കുറിച്ച് ചില സ്ഥലത്തൊക്കെ പുള്ളിക്കാരൻ കുറ്റം പറയും, പക്ഷെ അത് തെളിയിക്കാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് റോക്കിനെ. കാര്യം തിരിച്ചു ചോദിച്ചതിനെ പിന്നെ റോക്കി ബബ അടിക്കും. അതെപ്പോ പറഞ്ഞ്? അല്ല ഋഷിനെ പറഞ്ഞ്. അത് ഋഷിയാണോ ഞാന്? അല്ല ഗബ്രിയെ പറഞ്ഞ്. ഗബ്രിയെ കുറിച്ച് എപ്പോ പറഞ്ഞ്? അല്ല ഗബ്രി മോശമാണെന്ന് പറഞ്ഞ്. എപ്പോ പറഞ്ഞ്? ഞാൻ കേട്ടില്ലല്ലോ. എന്നാ പിന്നെ ഞാൻ വേറെ അടുത്ത പോയിന്റ്. റസ്മിൻ ഇതെന്തോന്ന് ഡ്രസ് കോഡ് ഇട്ടല്ല ചെയ്യിപ്പിച്ചത് മോർണിംഗ് ആക്ടിവിറ്റി. ഡ്രസ് കോഡ് ഇട്ട് അല്ല ചെയ്യിപ്പിച്ചത്, തെറ്റാണ്. ഡ്രസ് കോഡ് വേണം, വർക്കൗട്ട് ചെയ്യുമ്പോൾ ഡ്രസ് കോഡ് വേണം, അല്ലാണ്ട് തോന്നിയ പോലെയും ചെയ്യാൻ പറ്റും. അപ്പൊ അർജുൻ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ജിമ്മിൽ അതൊന്നുമില്ല. പിന്നെ എന്റെ ജിമ്മിലുണ്ട്, ഇതൊന്നിട്ട് ജിമ്മിൽ കയറ്റിയൊന്നുമില്ല. അയ്യോ പിന്നെ ഇതൊക്കെ എങ്ങനെ ജിമ്മിൽ കയറ്റുന്ന സാധനങ്ങൾ? ഇതൊന്നും ജിമ്മിൽ കയറ്റുന്ന സാധനങ്ങളെ അല്ല. ഇങ്ങനെ ഈ മുണ്ടൊക്കെ കൊടുത്ത് ആരെങ്കിലും ചെയ്യും. അപ്പൊ സിജോ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല, അത് എന്നോട് പറഞ്ഞതാണ്, പിന്നെ എനിക്ക് ബാഗിനകത്തായിരിക്കുന്നത്. അത് തെറ്റാണ്, അത് നിന്നെ റസ്മിൻ പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ റസ്മിൻ പറഞ്ഞ് ഞാൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ്, ജിം ട്രെയിനർ ഒന്നും അല്ല. അങ്ങനെയല്ല, ഇത് ജിം വർക്കൗട്ടുകൾ ചെയ്യുമ്പോൾ ജിമ്മിനായിട്ടുള്ള ഡ്രസ്സ് ഉണ്ട്. അപ്പൊ ഈ മാലയോ മാലയൊക്കെ ഇടാം, നാളെ തൊട്ടപ്പോൾ മാല ഇടാം, നിങ്ങൾ മാല ഇട്ടോ. അപ്പൊ പിന്നെ ഈ നെറ്റ് പോലത്തെ ഡ്രസ്സ് കിട്ടോ. പുള്ളിക്കാരൻ പറയുന്നത് മാത്രം കറക്റ്റ്, ബാക്കിയുള്ളവരൊക്കെ തെറ്റെന്നുള്ള രീതിയിലാണ് റോക്കി ഇവിടെ ഗെയിം കളിക്കുന്നത് കേട്ടോ. അപ്പൊ പൊടി നീ സ്റ്റാൻഡ് വിട്ട് പൊടി, നീ ആരാടി എടോ എന്ന് പറഞ്ഞ് അങ്ങ് തുടങ്ങാണ്. ഞാൻ എടി പോടി എന്നപ്പോൾ റസ്മിൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ്. എടി പോടി എന്ന് വിളിച്ചാണ്ടല്ലോ, ഞാൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ് കേട്ടല്ലോ, അതായത് ഞാൻ ജിം ട്രെയിനർ തന്നെ, എടി പോടി എന്ന് വിളിക്കുന്നത് നിങ്ങൾ വീട്ടിൽ പോയി വിളിക്കുക എന്നൊക്കെ പറഞ്ഞ് റസ്മിൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. എന്റെ നെഞ്ചത്തോട്ട് കയറാൻ വരണ്ട, എടി ഡ്രസ് കോഡ് വേണോടി, ഡ്രസ് കോഡ്. റോക്കി ഡ്രസ് കോഡ് വേണം, ഡ്രസ് കോഡ് കേട്ടാ. അറിയില്ലല്ലേ നിനക്ക്? അയ്യേ അറിയത്തില്ല, വഴക്കായി പോയി തുപ്പൽ തെറിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് റസ്മിൻ പറയുന്നുണ്ട്. അതിനിടെ കൂടെ അവള് നോക്കിക്കോ കണ്ട, പിന്നെ ഇങ്ങനെയല്ല, നീ ചേക്ക് നോക്കി ചെയ്യിപ്പിക്കണമായിരുന്നു, നീ പറയിക്കണമായിരുന്നു എന്നും പറഞ്ഞ് ഭയങ്കര വഴക്കേട്ടാ. അപ്പൊ റസ്മിൻ നിങ്ങൾക്ക് അസൂയ
അസൂയാണ് എന്നോട് അസൂയ. എല്ലാവരും നല്ലത് പറഞ്ഞ എന്റെ അസൂയ തന്നെ. നിന്നെ ഞാൻ നോക്കി വെച്ചേക്കായിരുന്നടി, നിന്നെ ഞാൻ നോക്കി വെച്ചേക്കാണ് റോക്കി. ഒരു കാര്യവും ഫോഴ്സ് ചെയ്ത് ഞാൻ ആരെയും ചെയ്യിപ്പിക്കില്ല. റസ്മിന്റെ ഭാഗത്ത് തെറ്റല്ല, സോറി ശരിയുണ്ട്. കാര്യം പുള്ളിക്കാരി ഫോഴ്സ് ചെയ്ത് ആരെയും ചെയ്യിപ്പിച്ചില്ല, എന്നാൽ നന്നായിട്ട് ചെയ്യിക്കുകയും ചെയ്തു. അപ്പൊ എനിക്ക് ആകെ കൂടെ ഒരു ഓക്കോട് ഫീൽ ചെയ്ത് സിജോ അവിടെ മുണ്ടെടുത്ത് നിന്ന് ചെയ്യുന്നു. പക്ഷെ സിജോ ചെയ്യുന്നുണ്ട്. സിജോയുടെ മുണ്ട് ഊരി വീഴുകയോ അല്ലെങ്കിൽ സിജോ അവിടെ 10 പ്രാവശ്യം മുണ്ടിങ്ങനെ കെട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാനത് ശ്രദ്ധിച്ചു. അപ്പൊ സിജോ അവിടെ കംഫർട്ടബിൾ ആയിട്ട് നിന്ന് ചെയ്യുന്നുണ്ട് എക്സസൈസ്. അപ്പോൾ ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ് ഫ്രം എനിബഡി റോക്കി. അപ്പോൾ ഞാൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ്, ഞാൻ ജിം ട്രെയിനർ ഒന്നും അല്ല കേട്ടോ. അപ്പോൾ ഉടനെ ജാസ്മിൻ അത് തന്നെ എടി മിനിമം അതുപോലും മനസ്സിലാക്കാത്ത ഇയാളോടൊക്കെ എന്തിനു നീ സംസാരിക്കുന്നുള്ള ജാസ്മിനെ. അപ്പോൾ ശ്രീതു അതെ ഒരു കാര്യമുണ്ട്, എനിക്ക് സ്പേസ് വേണം മാറിക്കേ. അതെ നിങ്ങൾ എന്തിനാണ് റസ്മിൻ്റെ അടുത്ത് ഇങ്ങനെ ദേഹത്തോട് ഇങ്ങനെ വന്നത്? നോ അങ്ങനെ ചേർന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പൊ അപ്സര ഡ്രസ് കോഡിനൊക്കെ ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടോ? അവള് നന്നായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ സിജോ എന്നോട് പറഞ്ഞു, പക്ഷേ ഞാനത് ഇതാക്കിയില്ല, എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നോക്കി ഞാൻ കേട്ടില്ല, എന്തായിരുന്നാലും ഞാൻ നിന്നോട് പറയണത് കേട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവൾ നിന്നെ കൊണ്ട് നിർബന്ധിച്ച് ഞാൻ ഇടിയിപ്പിക്കണമായിരുന്നു. അത് അവളുടെ ഭാഗത്ത് തെറ്റ്. അതിനിടെ കൂടെ മുടിയനെ നമ്മുടെ ഋഷി വന്നിട്ട് ജിൻഡോയുടെ അടുത്ത് നിങ്ങളാണ് ഈ വഴക്ക് തുടങ്ങിയത്. ഋഷിക്ക് നേരെ ചോദിക്കാൻ പേടിയുള്ളത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് റോക്കിയുടെ അടുത്ത്. ഈവൻ സിജോയ്ക്ക് പോലും റോക്കിയുടെ അടുത്ത് മുട്ട. എനിക്ക് തോന്നുന്നു ഇവര് പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ വീട്ടിലെ പെൺകുട്ടികളെയാണ് ഇവർ ടാർഗറ്റ് ചെയ്തത്. എന്നിട്ട് അവരെ മാക്സിമം ഔട്ടാക്കിയിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്. എന്നിട്ട് ഇവർ മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിലുള്ള ഗെയിമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. അതായത് റോക്കി, സിജോ, അതേപോലെ തന്നെ റോക്കി, സിജോ, ഋഷി, ഇവർ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നില്ല, അങ്ങ് വിട്ടങ്ങ് പോവുകയാണ്. ഗബ്രിക്ക് അഗൻസ്റ്റ് ആയിട്ട് കളിക്കുന്നുണ്ട്, പക്ഷേ ഇവർ 3 പേരും കളിക്കുന്നില്ല. ഇവർ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിനും പോകുന്നില്ല. ഏറ്റവും രസം ഋഷി വന്നിട്ട് ജിൻഡോനെ വഴക്ക് പറയാ. അപ്പൊ ജിൻഡോ ഞാനെന്ത് പറഞ്ഞു, നിങ്ങളാണ് വഴക്കുണ്ടാക്കിയത്, നിങ്ങൾ ഒറ്റരുത്തം കാരണമാണ്. അപ്പൊ ജിൻഡോ ഞാനൊന്നും പറഞ്ഞില്ല, ഡ്രസ് കോഡ് വേണമെന്ന് പറഞ്ഞു. ആ ഡ്രസ് കോഡ് വേണോ? ഡ്രസ് കോഡ് വേണം, നിങ്ങളല്ലേ വഴക്കുണ്ടാക്കിയത്. ഞാൻ വഴക്കുണ്ടാക്കിയതല്ല. ഞാൻ റസ്മിൻ പറഞ്ഞത് ശരി, റസ്മിൻ അവൾ പറഞ്ഞത് ഞാൻ കേട്ടു, അവൾ സിജോയോട് പറഞ്ഞു. അപ്പൊ അത് ഇടാത്തത് അവരുടെ കുറ്റമാണ്. അപ്പൊ അത്രേ പറഞ്ഞുള്ളൂ. ഡ്രസ് കോഡ് വേണം എന്നുള്ളത് ഞാൻ പറഞ്ഞു എന്ന് ജിൻഡോ അവിടെ ക്ലിയർ ചെയ്ത് പറഞ്ഞു. എന്നാലും ഋഷി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നത് ജിൻഡോയുടെ അടുത്താണ് കേട്ടോ. നിങ്ങളാണ് കാരണം. അപ്പൊ ജിൻഡോ പറഞ്ഞ ഡാൻസിനൊക്കെ നിങ്ങൾക്ക് പ്രത്യേകം കോസ്റ്റ്യൂം ഒന്നും വേണ്ടല്ലോ, നിങ്ങൾക്ക് ഏത് ഡ്രസ് ഇട്ടാലും ഡാൻസ് കളിക്കാം. പക്ഷേ ജിമ്മ് വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അപ്പോൾ മുടിയൻ അവിടെ ഡാൻസിനൊക്കെ പ്രത്യേക കോസ്റ്റ്യൂം, സാരി ഇതൊന്നും മുണ്ടൊന്നും എടുത്ത് ഡാൻസ് ചെയ്യാൻ പറ്റില്ല. അതെങ്ങനെ മുണ്ടൊക്കെ കൊടുത്ത് എത്രയോ ദപ്പാങ്കുട്ടി ഡാൻസ് ഒക്കെ നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉടനെ അതിന് റോക്കി അത് ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഋഷിയും സിജോയും നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞൂടാ, റോക്കിയുടെ അടുത്ത് അങ്ങോട്ട് പോകുന്നില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? അതെനിക്ക് തോന്നുന്നു ഇവർ അവസാനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ളവരെയൊക്കെ ടാർഗറ്റ് ചെയ്ത് പുറത്ത്, അത് അവരുടെ ഗെയിം പ്ലാൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ബിഗ് ബോസ് വിളിപ്പിക്കുകയാണ്. ഇപ്പോൾ അവരെ ലിവിംഗ് റൂമിൽ വിളിപ്പിച്ചിട്ട് പറയുന്നുണ്ട് പവർ ടീമിലെ പവർ ഇല്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ 5 പേര് റാങ്ക് ചെയ്യാൻ പറയുന്നുണ്ട്. അതിൽ 5th പൊസിഷനിൽ വരുന്ന ആള് മാറിക്കൊടുക്കണം, അതിനകത്തേക്ക് വേറൊരാൾക്ക് കയറാം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രീരേഖയ്ക്ക് താല്പര്യമുണ്ട്, നമ്മുടെ നിഷാനയ്ക്ക് താല്പര്യമുണ്ട്, ഗബ്രിക്കും താല്പര്യമുണ്ട്. അപ്പോൾ അതിൽ ആരാണ് അവർ ഡിസൈഡ് ചെയ്തിട്ട് കയറുന്നത് ആ 5th പൊസിഷൻ, അവർ ഔട്ടാണ്. എന്നിട്ട് ഇതിനകത്തുനിന്ന് ഒരാൾ അകത്തേക്ക് കയറും. അപ്പോഴാണ് ജാസ്മിനും ജിൻഡോയും തമ്മിൽ ആ വഴക്ക് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് വരാം. നിങ്ങൾ പറയൂ, ഈ മോർണിംഗ് ആക്ടിവിറ്റി കണ്ടവർ പറയണേ, വെറുതെ പറയരുത്. മോർണിംഗ് ആക്ടിവിറ്റി കണ്ടവർ മാത്രം പറയുക, അല്ല വെറുതെ ഒരാളെ അങ്ങ് ഇവർ കൊള്ളാം, അവരുടെ കാല് കൊള്ളാം, അവരുടെ മുഖം കൊള്ളാം, ഇതല്ല എനിക്ക് വേണ്ടത്. എനിക്ക് ജെന്യുവൻ ആയിട്ടുള്ള കമൻസ് ആണ് വേണ്ടത്. അത് കണ്ടിട്ട് അഭിപ്രായം പറയുക. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും. എൻ്റെ അഭിപ്രായം ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അപ്പം എനിക്ക് തോന്നിയത് റോക്കി അവിടെ സത്യം പറഞ്ഞാൽ റസ്മിനെ ട്രിഗർ ചെയ്യാനാണ് നോക്കിയത്. മാക്സിമം ട്രിഗർ ചെയ്തിട്ട് പുള്ളിക്കാരിയെ വീക്കായിട്ട് നോക്കി. പക്ഷെ അത് റസ്മിൻ്റെ അടുത്തുനിന്ന് അധികം അങ്ങോട്ട് കേൾക്കും. റസ്മിൻ പോയിന്റ്സ് പറയുന്നുണ്ട്, റസ്മിൻ നന്നായിട്ട് ചെയ്യിക്കുകയും ചെയ്തു. അതൊരു നിസ്സാര കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.